നമ്മുടെ ഓരോ ദിവസത്തിലും നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഇഖ്ലാസ് വർദ്ധിപ്പിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആത്തിന് അല്ലാഹു തആല ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലീദിനെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്ന ഹമ്മാസിൻ മശാഇൻ ബിനബി, മനുഷ്യന്മാരുടെ എല്ലാ മനുഷ്യന്മാരെ രണ്ട് കുഞ്ചിയിൽ, അതായത് അല്ലാഹു തആല എല്ലാ മലായിക്കന്മാർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കണം. അപ്പൊ റഖീബ് അതീദ് ചൊല്ലിയ മലക്കുന്ന അങ്ങനെ ഞങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഓടുള്ള ഞങ്ങളുടെ ശരീരത്തിൽ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാകും റക്കീബും അതീദ് ചൊല്ലിയ മലക്കും. അങ്ങനെ അങ്ങക്ക് ഞങ്ങൾ മരിക്കുന്ന സെക്കൻഡത്തോളം ഞങ്ങൾ മുട്ടോട്ട് പോകുന്നുള്ളേ. ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേക്കും, ഞങ്ങൾ കിടക്കുമ്പോഴത്തേക്കും, ഞങ്ങൾ പോകുമ്പോഴത്തേക്കും, പറമ്പോഴത്തേക്കും ഞങ്ങൾ ദൈക്കറോടെയും എല്ലാ ടോയ്ലറ്റ് പോകുന്നോടെയും പുറത്തേക്കറോടെയും പത്താലിക്കറോടും എല്ലാ പക്കം ഞങ്ങൾ ഒട്ടിಗೆ നയിക്കണം. ഞങ്ങൾ മുട്ടുപോണ്ടേയില്ല. അപ്പൊ ആ റക്കീബ് അതീദ് എന്തൊരു സ്വര ഞങ്ങൾ എല്ലാ നന്മ ജാപ്പോഴും 24 ഗಂಟೆలు ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും മാത്രമോ ഞങ്ങൾ എല്ലാ നന്മ എന്തിനൊക്കെ സ്വരായിട്ട് കിടക്കും. അതേപോലെ അതിലുള്ള ഇന്നൊരു മലക്കായിട്ട് ഇടത് ഭാഗത്തുള്ള മലക്ക്, ആ മലക്കിന്റെ ഡ്യൂട്ടി ആയിട്ട് ഞങ്ങൾ എന്തിനുള്ള തിന്മയാക്കട ഒർത്താവത്തിനുള്ളിക്കുമ്പോഴത്തേക്ക് വായിലിട്ടിട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിന് പോയിട്ടായിരിക്കും, പുറത്ത് പോയിട്ടായിരിക്കും, ആർക്കും കാണാട്ടായിരിക്കും, ഉറപ്പും കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും മാലായിക്കന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത ഡ്യൂട്ടി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു 7 നാളെ തരണമുണ്ട്. ഞങ്ങളുടെ നന്മകൾ എഴുതിയതും അതേപോലെ തിന്മകൾ എഴുതിയതും ഈ മാലായിക്കന്മാർ നാലാതി എടുത്തോണ്ട് കൊണ്ടാറ്. അപ്പൊ ഞങ്ങളെല്ലാ നന്മകൾ തിന്മകൾ എഴുതലേ മാലായിക്കന്മാർ ഞങ്ങളുടെ ശരീരത്തിലുള്ള. അപ്പൊ വലീദിനെ കുറിച്ച് അല്ലാഹു തആല സ്വന്തം ഖുർആനിൽ ഹമ്മാസിൻ മശാഇൻ ബിനബീം, ആ വലീദ് നമീമത്ത് കൊണ്ടും ഏഷണി കൊണ്ടും ഇങ്ങനെ ചൊന്നു നടക്കുന്നവനായിട്ടിരിക്കണം. അവരുടെ വായുമല്ലോ ഓരോ കൗലുകവും വാക്കുകവും ഓരോ ഏഷണികയും അതേപോലെ നമീമത്തുകവും അത് റഖീബും അതീബും എന്തി വെച്ചിട്ടല്ലാണ്ട ഇല്ല. ആ വലീദാക്കളുടെ എല്ലാ ഏഷണിയും നമീമത്തും ഗീബത്തും എല്ലാം ആര് എന്തി വെച്ചതാണ്? റഖീബ് അതീദ് എന്തി വെച്ചതാണ്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചൊല്ലുക. അപ്പൊ റഖീബ് അതീദിനെ വിട്ടിട്ടു അവർ ഒരു പഴക്കവും കൊണ്ടുവരുക കൊണ്ട് സാധ്യയില്ല. അത് നല്ലതാവട്ടെ പെടുക്കാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. എന്തൊരു സത്യമുത്തല്ല മുത്തഫഖുൻ അലൈഹി ഹദീസ് ചൊല്ലി നമീമത്ത് ചൊല്ല് കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അവർ സ്വർഗത്തിൽ കടക്കില്ല. അവർ നരകത്തിൽ പോകേണ്ട ചൊല്ലല്ല. നരകത്തിൽ പോകേണ്ട ചൊല്ലിക്കെന്തോ നരകത്തിൽ പോയിട്ട് ശിക്ഷയായിട്ട് ചണ്ട ഓടുക വേണ്ട, സ്വർഗത്തിൽ വേണ്ട. ഇത് അങ്ങനല്ല. സ്വർഗത്തിൽ കടക്കില്ല ചൊല്ലിക്ക് അവർ കാലാകാലം നരകത്തിൽ അവർ നരക ശിക്ഷയായിട്ട് ചണ്ട ഓടുക പറഞ്ഞില്ല, സ്വർഗത്തിൽ പറഞ്ഞില്ല, സ്വർഗത്തിൽ കടക്കലേ ഇല്ല എന്നായിരിക്കുന്നതിനർത്ഥ അവನು സ്വർഗത്തിൽ കടക്കില്ല. നബീമത്ത് സ്വന്തം മനുഷ്യ അല്ലാഹു തആല ഞങ്ങളെ കാത്തുരക്ഷിക്കുമാരാവട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബ്രിൻ, ഞങ്ങളുടെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. എന്നിട്ട് ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഇന്നഹുമാ യുഅസ്സിബാനി, കട്ടായായിട്ടും നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും ഈ രണ്ട് ഖബറുകൾ എന്തിനായിട്ടുണ്ടോ ഭയങ്കര ശിക്ഷ നടന്നിട്ടുണ്ടോ. നബി തങ്ങൾ സ്വന്തം ഒട്ടിക്കൊണ്ട് സഹാബാക്കളൊട്ടിക്ക് ചൊന്നിട്ടാകുമ്പോ എന്താണ് ഈ ഖബറിനൊക്കെ നടന്നിട്ടുണ്ട്, എന്ത് ശിക്ഷ, എന്തിനൊക്കെ പേരായിട്ട്? അത് വലിയ ശിക്ഷയായിട്ട് ഇങ്ങ വേർച്ചത് ആ കിട്ടുള്ള ശിക്ഷ വലിയ ഒരു തപ്പെന്തോ ആക്കിയോ. അങ്ങനെ ഖബറാളിക ഇത് വലിയ തപ്പെന്തോ അല്ല. മൊത്തത്തിൽ ഇപ്പൊ ദുനിയാവിടെ എല്ലാ ആത്മാരും ബാച്ചിലുള്ള അങ്ങനെ ഈ ഇപ്പൊ ആ ഖബറിനൊക്കെ കിട്ടിയുള്ള ശിക്ഷ അത് വലിയ ഒരു പ്രശ്നം എന്തോ അല്ല. ഞങ്ങളെ കുറിച്ചിട്ട് ആ ഭയത്തിന് ചിന്ത വലിയൊരു എന്തല്ല വലിയൊരു തപ്പൂസന്റെ വിശ്വാസക്കില്ല. ഞങ്ങൾ ആക്കിയത് വലിയ തപ്പൂസന്റെ വിശ്വാസം ആ ഖബറാളികൾക്കില്ല. പക്ഷെ നിമിത്തമുള്ളൂ പല ഇന്നവും കബീറുണ്ട് അങ്ങ് ആക്കിയ ശിക്ഷ ഉണ്ടല്ലേ
അത് തപ്പുണ്ടല്ലോ, അത് വലിയതായിരിക്കണ്. അമ്മ അതും ആകാശ തപ്പ് ഒന്നാമത്തെ തപ്പിയത് നമീമത്ത് കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾമാരായിട്ടിരുന്നാറ്. അപ്പൊ നമീമത്ത് சொல்வதேന ഔത്ര ബായിക ಬಂದೆಗೆ ആരെങ്കിലും അങ്ങനെ മനസ്സിൽ നൊമ്പലാക്കാട്ട് തീരെങ്കിൽ നല്ലത് ചൊല്ല, നല്ലത് കൊടുത്തിട്ട് കടത്ത, അല്ലെങ്കിൽ അവനെ മനസ്സിൽ നൊമ്പലാക്കിട്ട് തന്നെ കടത്തണ്ട. ഇങ്ങനെ ആക്കിയിട്ട് ആരെ കുറിച്ചിട്ടും ചൊല്ലണ്ട. നാളെ കന്നഡ എതിർക്കാർ വന്നറ അങ്ങനെ അങ്ങനെ എന്താക്ക, ഒന്ന് നല്ലത് ചൊല്ല, അല്ലെങ്കിൽ ഉണ്ടാതേക്ക, ഒന്ന് ഹൈറായി ചൊല്ലണു, അല്ലെങ്കിൽ നീ ഉണ്ടാതേക്കൊള്ളു. ആരെ മനസ്സിൽ നൊമ്പലാക്കിട്ട് നിങ്ങ കടത്ത കൊത്തീര, ആരെ മനസ്സിൽ ಬೇಜಾರಾವಣೆ പോലത്തെ പടക്ക ഞങ്ങളെ ബായിൽ പറഞ്ഞീര. ആ നാവുണ്ടല്ലേ അതിനെ ഞങ്ങൾ പിടിച്ചു വയ്ക്കണു. നമീമത്ത് ചൊല്ലിനെ നടക്കുത്തീര സ്വർഗത്തിന് കടക്കില്ല. അപ്പൊ ഏതൊരാള് ഞാൻ ഒത്തിര ബായിലേക്ക് പറ്റ് അല്ലെങ്കിൽ ഓടക്കും എവിടെ വേണമെങ്കിട്ട് ഡ്യൂട്ടിയാക്കലാവട്ടെ, പള്ളിയിലാവട്ടു, ബസ് സ്റ്റാൻഡിലാവട്ടു, ബസ്സിലാവട്ടു, ഔത്ര ബായിലാവട്ടു, ആരെ നൊമ്പലാക്കൊള്ളു തീര. നമീമത്തും ചൊല്ലുത്തീര തീരെങ്കിൽ നല്ലതാക്ക അല്ലെങ്കിൽ ഉണ്ടാതേക്ക. ആവശ്യമില്ലാത്തത് ഞങ്ങളുടെ നാവിടെ എന്താകുത്തീര യൂസ് ആക്കൊള്ളുത്തീര. അപ്പൊ ഇതൊരാളാക്കിയ ശിക്ഷ എന്തൊരു അയാൾ മൂത്രവിത്തിട്ട് ചന്ത കൽകെട്ടില്ലത്തുള്ള കറക്റ്റ് ശുദ്ധിയാക്കിട്ടില്ലത്ത്. അതായിരിക്കും രണ്ടാമത്തെ ആളാക്കിയത് തപ്പു. അപ്പൊ ഞങ്ങൾ മൂത്രവിത്തിന്റെ എന്താകണം അർജന്റാക്കി കൽകിടല്ല. കറക്റ്റ് മൂത്രവി പോത്തോലെ തന്നെ എന്താക്കണം അവിടെ വെച്ച് മൂത്രവിത്തും. അപ്പൊ ഞാന് മൂത്രവിത്തിനുള്ള ഒരു 6 ಪಟ ചമക്കണം സുന്നത്തുണ്ട്. മൂത്രവിത്തിന്റെ കൽകടിക്ക് വന്നാലും ഒരു 6 ಪಟ എന്താക്കണം കൽകുമ്പത്തിനും ചമക്കണം സുന്നത്തുണ്ട്. ആ ചമക്കെടുത്തെങ്കിൽ ആ ചമക്കനോട് കൂടെ നമ്മുടെ ശരീരത്ത് പോടുകിന്റെ എല്ലാ മൂത്രത്തെ എല്ലാ ഓരോ തുല്യവും പോടും, ബാക്കിയാവില്ല. ആർക്കും സംശയത്തിന്റെ കൽക. അപ്പൊ എന്താവണു നല്ല ശുദ്ധിയാവുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കബറിലും ഒരാൾക്ക് ഭയങ്കര ശിക്ഷ നടത്തുന്ന എന്തിന് അയാൾ മൂത്രവിത്തി കറക്റ്റ് ശുദ്ധിയാക്കിയിട്ടില്ലെന്നിട്ട് തങ്ങൾ ചൊന്നപ്പ അത്തരത്തിലുള്ള അസാബിനെ തൊട്ടു ഈ മജ്‌ലിസിലുള്ള ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും സന്താനങ്ങളെയും എല്ലാവരെയും അല്ലാഹു തആല കാക്കട്ടെ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസായിരിക്കുന്നത്. അല്ലാഹു ഈ ഹദീസിനെ ബറക്കത്ത് കൊണ്ട്, ഉത്തരവിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞിട്ട് അറിയാണ്ടമായി എന്തെങ്കിലും തപ്പ് വന്നു പോയില്ലെങ്കിൽ ഈ സുബഹി ബറക്കത്താകപ്പെട്ട ടൈം ഇതിനെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാ തപ്പുകളും നീ മാഫാക്കണോ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണോ അല്ലാഹ്. ഞങ്ങളുടെ ഖേദ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.